ആരാണ്ട നീ? ഞാനിവിടുത്തെ കാര്യസ്ഥനാ, കുഞ്ഞുണ്ണി. പാതിരായ്ക്ക് മനുഷ്യനെ പേടിപ്പിക്കാൻ കന്നാലി. അതെ. അതെയോ? അയ്യോ അല്ല, പൊട്ടണ പാലട്ടാ, ഊമയാണെന്ന്. അയ്യോ അല്ല, ഇത് പ്രേതാ. പ്രേതോ? ആ, ഒരു ദുർമരണം നടന്ന തറവാടായത്. വലിയ തിരുമേനിയുടെ മരിച്ചുപോയ സഹോദരി കൗസല്യ തമ്പുരാട്ടിയുടെ ഒരേ ഒരു മകൻ ഉണ്ണിക്കുട്ടൻ തമ്പുരാൻ ആ വടക്കുപുറത്തെ കുളത്തു വീണ മരിച്ചത്. പാവം നല്ല തിരുമേനിയായിരുന്നു. ആ തിരുമേനിയുടെ പ്രേതം ഇപ്പോഴും ഇവിടുന്ന് പോയിട്ടില്ല. ഹോമങ്ങൾ ഒരുപാട് നടത്തി, പക്ഷെ ഫലം ഉണ്ടായില്ല. രാത്രി ആയാൽ ഈ തറവാട്ടിൽ ആരും പുറത്തിറങ്ങി നടക്കാറില്ല. ഓഹോ, അപ്പൊ ഇല്ലാത്ത പ്രേതത്തിന്റെ കാര്യം പറഞ്ഞ് കുടുംബത്തുള്ള അടിച്ചു മാറ്റില്ല. അതെ. അതെയോ? അയ്യോ അല്ല, ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് വരിക. വല്ലപ്പോഴും ഒരിക്കലേ അതിന് തരം കിട്ടാറുള്ളൂ. തിരുമേനി വിടണ്ടേ? ഞാനിപ്പോ ഒരു പാട്ട് കേട്ടു. ആ, കൊട്ട് കേക്കാൻ മേല. ഞാനിപ്പോ ഒരു പാട്ട് കേട്ടില്ലെന്ന്. ചെവിയും കേട്ടൂടെ, അത് കൂടെ കടച്ചു വെച്ചൊക്കെ പൊക്കി വെക്കി. അതാരാ പാടിയേന്ന്? ആഹാ, അതോ? അത് യമുന തമ്പുരാട്ടിയാ. പാവം ഉണ്ണിക്കുട്ടൻ തിരുമേനി മരിച്ച പിന്നെ അങ്ങനെയാ, എപ്പോഴും പാടും. രണ്ടാളുടെയും കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന. കല്യാണത്തിന്റെ അന്ന് രാവിലെ കുളത്തിൽ കുളിക്കാൻ പോയ ഉണ്ണിക്കുട്ടൻ തിരുമേനി പിന്നെ മടങ്ങി വന്നിട്ടില്ല. ചില രാത്രികളിൽ തമ്പുരാട്ടിക്ക് തിരുമേനിയുടെ പ്രേതം കൂടും. അപ്പോഴാ പാട്ട് പാടുന്നു. ആട്ടെ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവരാണ്. ആണോ? ഇതെന്തൊരു പൊടിയായത്? ഈ പൊടിക്ക് 100 കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കശു മാങ്ങയിൽ വാറ്റിയതാണെന്ന് പറഞ്ഞിങ്ങനെ വലിച്ചു കയറ്റണ്ട, കൊടുക്കാൻ കിഷ്ണി പോകും. ഒന്നൂടെ ഒഴിക്കടാ കന്നാലി, നല്ല സ്വയം സാധന. അതേ, എന്റെ വേഷത്തിന്റെ കാര്യം ഓർത്തിട്ടാ കഷ്ടപ്പെട്ട് ഞാൻ സംഘടിപ്പിച്ചത്. വലിയ തിരുമേനി അറിഞ്ഞാൽ എന്റെ തല പോവും. വലിയ തിരുമേനി വീശാറുണ്ടോടാ? കഴിക്കുമായിരുന്നു. ഉണ്ണിക്കുട്ടനുള്ള കാലത്ത്. ഉണ്ണിക്കുട്ടൻ ലീവിന് വരുമ്പോ ഒരു കുപ്പി കൊണ്ടുവരും. നമ്മുടെ നാടനല്ല, ഫാറിൻ. പിന്നെ രണ്ടാളും കൂടിയ ഡാൻസായി, പാട്ടായി. ലേശം എനിക്കും തരൂ കേട്ടോ. ഉണ്ണിക്കുട്ടൻ പോയി, എല്ലാം പോയി. ആടുന്നാണപ്പോ ഈ മൃദംഗം. ഉണ്ണിക്കുട്ടന്റെയാ. ഉണ്ണിക്കുട്ടൻ മരിച്ചതിന് ശേഷം ആരും വായിക്കാറില്ല. വായിക്കണ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എന്റെ പൊന്നു പ്രൊഡ്യൂസറെ ചതിക്കരുത്. അതവിടെ വെച്ചേരെ. അതിൽ തൊട്ടുള്ള കളി വേണ്ട. വേണ്ടതല്ലേ പറഞ്ഞത്? ഏയ്, ഇയാൾ എന്നെ കൊലക്ക് കൊടുക്കും. നിർത്താൻ. ഒന്ന് നിർത്ത് ഭാഷ. ഇല്ല, കയ്യോടെ കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു. ആര്? യമുന തമ്പുരാട്ടി. യമുന തമ്പുരാട്ടിയോ? എരുമ തമ്പുരാട്ടി അല്ല, യമുന തമ്പുരാട്ടി. അങ്ങനെ തന്നെയാണ് പറഞ്ഞേ. അയ്യോ ചെവി. കുഞ്ഞുണ്ണി, ഞാനിവിടെ ഉണ്ടായിരുന്നു, താൻ പോയി പറയണ്ട. ഓ, എന്റെ ക്രോസ് തിരുമേനിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്ന് വേഗം ചെന്നേ, വിശേഷമുണ്ട്. തമ്പുരാട്ടി തനിച്ചേ ഉള്ളൂ? അല്ല, ഒരു ലോറിക്കുള്ള തമ്പുരാക്കന്മാരും ഉണ്ട് കൂടെ. ഒന്ന് വേഗം ചെന്നേ. നിന്നേ, എല്ലാം ഒന്ന് കഴിയട്ടെ. രഹസ്യമായിട്ട് നമുക്കൊന്ന് കാണണം. ബാലേട്ടങ്ങോട്ടാ? യമുന തമ്പുരാട്ടി വിളിച്ചു, ഒന്ന് കാണണമെന്ന്. എന്റെ അമ്മേ, ബാലേട്ടപ്പ അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരും. കാര്യം എന്താണെന്ന് ഞാനും കൂടി അറിയട്ടെ. കള്ളാ, നീയും വാടാ ശബിയെ. എന്തുട്ടി ഇടിയാലും നമുക്ക് പപ്പാതി പോരെ. അത് മതി. അയ്യോ, നോക്കി ഇറങ്ങിട്ടാ. ആരെവിടെ മൃദംഗം വായിച്ചത്? ഞാനാ. എങ്ങനെ കൊള്ളാമോ? ചേച്ചിക്ക് സുഖമില്ലാതിരിക്ക. ഇവിടെ മൃദംഗം വായിക്കരുന്ന് അറിഞ്ഞൂടെ? പൂഞ്ഞായി കൊള്ളാലോടാ. എന്നാ ഈ പൂഞ്ഞാലിക്ക് ഇവിടെ മൃദംഗം വായിക്കാൻ പാടില്ല എന്നൊരു ബോർഡോ ഇത് തൂക്കിക്കൂടായിരുന്നോ? നോ പാർക്കിംഗ്. ഇടോ നന്ദിനിക്കുട്ടി, വേണ്ട. ആരാ മൃദംഗം വായിച്ചത്? ഞാനല്ല. ഇയാളാ.
ഒന്നകത്തേക്ക് വരൂ. വേഗം ചെല്ല് കിട്ടുന്നതിൽ പാതി എനിക്ക് വേണ്ടേ. മോൻ മുഴുവൻ എടുത്തോട്ടോ. വേഗം ചെല്ലിടാ. നിങ്ങളാണോ മൃദംഗം വായിച്ചത്? അതെ. എന്തേ അബദ്ധായോ? എന്താ ചെയ്യാ തമ്പുരാട്ടി, മൃതകം കണ്ട ബലം വായിക്കും. രണ്ടെണ്ണം വീശിയ പിന്നെ പറയേ വേണ്ട, തകർത്തങ്ങോട്ട് വായിക്കണം. ഞാൻ കാരണം തമ്പുരാട്ടിയുടെ മനസ്സ് വേദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി ഞാൻ വായിക്കില്ല കേട്ടോ. ഒന്ന് നിൽക്ക. നിങ്ങൾ ഇനിയും വായിക്കണം. എന്റെ ഓർമ്മകൾ മരിക്കാതിരിക്കണമെങ്കിൽ. തമ്പുരാട്ടി മരിക്കാൻ പോവാ. നല്ല കാര്യായി. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കൊട്ടാരവും തമ്പുരാക്കന്മാരെയും തമ്പുരാട്ടിമാരെയും ഒക്കെ അടുത്ത് കാണണതേ. ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യം പിടിക്കോ? മുഖം കണ്ടറിയാം ദേഷ്യം വരില്ല എന്ന്. തമ്പുരാട്ടി ഭയങ്കര സുന്ദരിയാ. എങ്ങനെയുണ്ട് പറയട്ടാ? ശരിക്ക് കിട്ടിയല്ലേ? സൈലൻസർ വെച്ചിട്ടുള്ള അടിയായിരുന്നു തോന്നുന്നു. പുറത്തേക്ക് ശബ്ദമൊന്നും കേട്ടില്ല. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല തമ്പുരാട്ടി. എന്താ പറയട്ടാ? തമ്പുരാട്ടി ഉണ്ട് പറഞ്ഞു എന്നെ ഒരുപാട് ഇഷ്ടായെന്ന്. പിന്നെ പിന്നെ മൃദംഗം ഇങ്ങനെ വായിച്ചോണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞു. അയ്യോ, പിന്നെ പിന്നെ പിന്നൊരു കിസ് തന്നടാ. പലട്ടാ ഇപ്പൊ പോയ ബാലൻസ് കിട്ടോ? അല്ലെങ്കിൽ വേണ്ട. ഈ കിസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഔട്ടപേഷനാ. കൊറേ നേരം വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിട്ട് കേട്ടോ. ആ സോപ്പിങ് ഇതാ. എന്റെ ഈശ്വര, എന്തേ കാണണേ? പുളി മത്സരം. ഇത് പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവാ. അത് കണ്ടുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. സാരല്ലേ ജി, കഥാകൃത്തല്ലേ? കഥാകൃത്ത് മാത്രല്ല, നടനുവാ. സ്വഭാവ നടൻ. സത്യം പറയാലോ, നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ കൊട്ടാരത്തിനകത്ത് വെച്ച് ഒന്ന് മിണ്ടാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും എത്തില്ല ദിനോസർമാര്, ലഭ്യന്മാര്. അയ്യോ, തിരക്കില്ല, എനിക്ക് യാതൊരു തിരക്കില്ല. സാവകാശം കുളിച്ചോളൂ. കുളി കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടാം. ടൈം എടുത്ത് കുളിച്ചോളൂ. ഐ എം വെയിറ്റിംഗ് ദേർ. എന്റെ ഈശ്വര, അടുത്ത ജന്മത്തിൽ ഈ കുളത്തിൽ എനിക്കൊരു മീനായിട്ട് ജന്മം തരണേ. എവിടെ ഇരുന്നാലും ആർക്കും സംശയം ഉണ്ടാവില്ല. എനി ഹെൽപ്പ്? എന്താടോ? സ്ത്രീകൾ കുളിക്കുന്നിടത്ത് തനിക്ക് എന്താ കാര്യം? അതിനെ ഞാനും ചോദിക്കുന്നത്. സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് തനിക്ക് എന്താ കാര്യം? തന്നെ പോലുള്ള കൃമികീടങ്ങൾ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നുണ്ടോ നോക്കാൻ വന്നതാ. എന്നിട്ട് കണ്ടു. സുധാര, മേലെപ്പറമ്പി നാളികേരം 2400 അല്ലേ? അത് 1000 എഴുതിയാ മതി. അളിയൻ അറിയണ്ട. സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കി. നീ സ്ത്രീകൾ കുളിക്കുമ്പോ ഒളിഞ്ഞു നോക്കുവല്ലടാ. ഞാൻ പിടിക്കാൻ നോക്കിയതാ. നീ തരം കിട്ടി എന്ത് പോക്കുത്തരം കാണിക്കുവല്ലടാ. അയ്യോ, ഞാനല്ല, അവൻ. എവൻ? ആ കഥാകൃത്തില്ലേ, കള്ള പരീക്ഷ. ഇപ്പൊ ചെന്നാ കയ്യോടെ പൊക്കാം. കുളപ്പരയിലുണ്ട്. ഇതെന്തിനാ? കാര്യങ്ങൾ വ്യക്തമായി പറയാത്തതിന്. അതിനാണോ? അതെ, പറ. അയ്യോ, നീ സ്ത്രീകൾ കുളിക്കുമ്പോ ഒളിഞ്ഞു നോക്കലടാ. സത്യമായിട്ട് ഞാൻ സ്ത്രീകൾ കുളിക്കുന്ന ആദ്യമായിട്ട് കാണാ. ദിവാകരൻ, സുധാകരൻ, അടിയണം. എന്താ പ്രശ്നം? ഈ തറവാട്ടക്കറി എന്ത് വൃത്തികം കാണിക്കാന്ന് വിചാരിച്ചോടാ. ചോദിക്കാനും പറഞ്ഞു ഞങ്ങൾ ആണുങ്ങളുണ്ടൂടെ. ഹായ്, ഇയാളാണാണല്ലേ? അതൊരു പുതിയ അറിവ് കേട്ടോ. അല്ല, ഇപ്പൊ എന്തിട്ടപ്പോ പ്രശ്നം? സ്ത്രീകൾ കുളിക്കരുതേ, ഇവൻ ഒളിഞ്ഞു നോക്കി. വൃത്തികേട് കന്നാലി. അപ്പൊ പ്രശ്നം സോൾവ് ആയല്ലോ. എടാ, നിനക്കൊന്നും പരമേശ്വരൻ അറിയില്ല. ഇനി ഈ വക വൃത്തികേട് തറവാട്ടി കാണിച്ചാൽ പരമേശ്വരൻ ആരാന്ന് നീയൊക്കെ അറിയും. പ്രൊഡ്യൂസറെ, അവിടെ നിന്നേ. ഒന്ന് രഹസ്യമായിട്ട് കാണണം കേട്ടോ. എങ്ങോട്ടാ? കൊളക്കടവിലേക്ക്. എന്തിനാ? കുളിസിയും കാണാൻ. ആഹാ. അയ്യോ, അതെ. ഹലോ, എന്താ ഇങ്ങനെ കിടക്കണത്? എഴുന്നേൽക്കണ്ടേ? നേരെ എത്രയെന്നറിയോ? കമോൺ ചേച്ചി. ഇങ്ങനെ അമ്മൂമ്മമാരെ പോലെ കിടന്നാലോ?
എഴുന്നേക്ക് പോയി കുളിച്ച് ഫ്രഷ് ആയി വാ. അമ്മായി വെള്ളം ചൂടാക്കുന്നുണ്ട്. ഒരു സ്റ്റീം ബാത്ത് കഴിഞ്ഞ സംഗതി ഓക്കെ. ദേ ഇന്ന് കാവില് പോണ്ട ദിവസാ. ഞാൻ വരണില്ല, നന്ദിനി പൊയ്ക്കോ. ദേ യമുന തമ്പുരാട്ടി, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ പൊക്കിക്കൊണ്ടുപോകും. എന്റെ ആരോഗ്യത്തെ കുറിച്ച് അറിയാലോ. ഇപ്പൊ പണ്ടത്തേല് സുന്ദരിയായിരിക്കണം. സോ സ്മാർട്ട്. പൊടി ചേച്ചി വരാതെ എനിക്ക് തനിച്ചു പോവാൻ വയ്യ. ഒരു രസം ഉണ്ടാവില്ല. മാത്രമല്ല വഴിപാടുള്ളതാ. വരൂ ചേച്ചി, പ്ലീസ് പ്ലീസ് എഴുന്നേക്ക്. ഞാൻ വരാം. എന്നാലേ ഞാൻ പോയിട്ട് വെള്ളം ചൂടായെന്ന് നോക്കിട്ട് വരാം. ഓക്കെ? സുന്ദരിയുടെ ഒരു ചിരി കണ്ടില്ലേ? എപ്പോ നോക്കിയാലും ഒരു ഒടുക്കത്തെ വെള്ളം ചൂടാക്കലും കഷായം ഉണ്ടാക്കലും. എന്നെ കൊണ്ട് വയ്യ, ഞാൻ പോവാ. സ്വന്തം മോളാണെ കൊള്ളാം. വല്ല തമ്പ്രാട്ടിയും പറ്റ ഈ കുട്ടിക്ക് വേണ്ടി ഇങ്ങനൊക്കെ ചെയ്യാൻ ഈ തിരുമേനിക്ക് എന്താ പ്രാന്താ? നീ ഒന്ന് പതുക്കെ പറ, വലിയിട്ട് കേട്ട തല പോവും. അല്ല, ഞാൻ പറയണ നേരല്ലേ? തമ്പുരാട്ടി മക്കളും അനുഭവിക്കേണ്ടതല്ലേ ഇതെല്ലാം? സ്വന്തം മോൾ ഇല്ലാഞ്ഞിട്ടാണോ? നന്ദിനി കുട്ടിയില്ലേ? അവളുടെ ഒരു ഭാഗ്യം. വല്ലവന്റെ മകളായിട്ട് പോലും വളർത്തി വലുതാക്കി. സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുകയും ചെയ്തു. ആ ഇനി പറഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? എന്താ രണ്ടാളും കൂടെ ഒരു കുശുകുശുപ്പ്? ഞങ്ങളെ എമ്മിനമോളുടെ കാര്യം പറയായിരുന്നു. വെള്ളം ചൂടായി, വെള്ളത്തിൽ മരുന്നിടാൻ നന്ദിനിക്കുട്ടി വന്നില്ലല്ലോ എന്ന് പറയായിരുന്നു. പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അപ്പച്ചി, കുശുമ്പ് അധികം വേണ്ട, അത് നല്ലതിനല്ല. കുശുമ്പോ? എനിക്കെന്തിനാ കുശുമ്പ്? ചേട്ടാ എന്നെ വിളിച്ചോ? അയ്യോ ചേട്ടൻ വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഇനി പോയില്ലെങ്കിൽ അത് മതി. ഭയങ്കര പിടിവാശിക്കാരനാ. വീട്ടു ജോലിക്കാരി മാത്രം നോക്കിയാ മതി. കുടുംബകാര്യത്തിൽ ഇടപെടണ്ട. അതെനിക്കിഷ്ടമല്ല. മനസ്സിലായില്ലേ? ആ വെള്ളം ചൂടാവുമ്പോ ഇറക്കി വെച്ചോളൂ. ദേ നോക്ക്, കൂടുതൽ ചൂടാവാതെ നോക്ക. ആ ഒന്ന് എളുപ്പം നടക്ക ചേച്ചി. ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ചുറ്റിടുന്ന തന്നെ മനസ്സിന്റെ ഭാരം പകുതി കുറയും. എന്നാ നേരെ കളയണ്ട, പോയിട്ടൊരു. അച്ഛനും പറഞ്ഞ കൂടെ? ചേച്ചിയെ നോക്കാൻ എനിക്കറിയാം. അച്ഛൻ തൽക്കാലം ഇവിടെ ഇരുന്നാ മതി. എന്നാ പോയിട്ടൊരു. ആരത്? ആരാന്ന് ചോദിച്ചേ? കളി എന്നോട് വേണ്ട. ഞാൻ ആരാണെന്ന് അറിയാമോ? സത്യ, കല്ലൂർക്കാട് 5-ാമത്തെ അനിയൻ. മേലെ എന്നോട് ഇറക്കല്ലേ. മോളെ എഴുന്നേക്ക്. മോളെ മോളെ മോളെ. ഉണ്ണേട്ടൻ എവിടെ? ഉണ്ണേട്ടൻ പോയോ? എന്റെ മോള് ദുസ്വപ്നം കണ്ടതാ. മരിച്ചവർ സുഖം ചെയ്തവരാ. അവരൊരിക്കലും തിരിച്ചു വരില്ല. എന്റെ മോള് വാ. അങ്ങനെ സീൻ നമ്പർ 1. കർട്ടൻ ഉയരുമ്പോൾ രംഗം ശൂന്യം. അങ്ങനെ ഉമർത്ത ചാരുകസേരയിൽ വളഞ്ഞ് ഞളഞ്ഞ് പൊളഞ്ഞ് ചെരിഞ്ഞു കിടക്കുന്ന ചിന്താവസ്ഥയായ ശ്യാമള. അതൊരു സിനിമ. അല്ലല്ല, തിരുമേനി. കർട്ടന് വരുമ്പോ രംഗം ശൂന്യെന്നല്ലോ പറഞ്ഞു. പിന്നെ എങ്ങനെ തിരുമേനി പറഞ്ഞത്? തിരുമേനി ഫ്ലൈറ്റിൽ വന്നു. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം. നടന്മാരെ പണി ചെയ്താൽ മതി, തിരക്കഥയിൽ കൈയിടണ്ട. ഇതെന്താണെന്ന് എനിക്കറിയാം. വല്ലാണ്ട് കളിച്ച് ക്ഷീണിച്ചു പോയേ. നീ ഒന്ന് മിണ്ടാണ്ട് നീ വായിക്കേ. അങ്ങനെ വടക്കേപ്പുറത്തെ ചാരുകസേരയിൽ ചിന്താമുഖനായിരിക്കുന്ന തിരുമേനി. ഇനിയാണ് സസ്പെൻസ്.
എന്തുകൊണ്ടാണ് തിരുമേനി ചിന്താമുഖനായിരുന്നു നിങ്ങൾക്ക് ആരും പറയാൻ പറ്റുമോ? പ്രേക്ഷകരായി നിങ്ങൾ ആരും പറയൂ. ഞാൻ പറയാം ആ, പറ. തിരുമേനി എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ചിന്താമുഖനായത്. ചിന്തിക്കാതെ എങ്ങനെയാണ് ചിന്താമുഖനായിരിക്കുന്നത് വിവരദോഷി? പ്രേക്ഷകരായി നിങ്ങൾ ആരും പറയൂ, അല്ലെങ്കിൽ ഞാൻ പറയാം. വേണ്ട ഞാൻ പറയാം. തിരുമേനിക്ക് 2 പെൺമക്കൾ, സുന്ദരികളായ 2 പെൺമക്കൾ. തിരുമേനിയുടെ പ്രതീക്ഷ മുഴുവൻ ഈ പെൺമക്കളിലാണ്. മൂത്തവൾ ഒരു മുസ്ലിം പയ്യനുമായി പ്രേമത്തിലായി. മുസ്ലിം ചെക്കനോ? എന്താ, മുസ്ലിം ചെക്കനായ പറ്റൂലേ? മുസ്ലിം മതി, ക്രിസ്ത്യാനി വേണ്ട. ആ മതി കഥ പറയൂ, കേക്കട്ടെ. ചിന്താമൂകനായി ബേജാറായിരിക്കുന്ന തിരുമേനി മൂത്ത മകൾ രംഗപ്രവേശം ചെയ്തു. തന്റെ ബാപ്പയായ വലിയ തിരുമേനിയെ നോക്കി, ബാപ്പ അസ്സലാമു അലൈക്കും. ഉടനെ തന്നെ വലിയ തിരുമേനി തിരിഞ്ഞു നോക്കി മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു, വാലൈക്കും സലാം. തിരുമേനിയിൽ അഗ്നികുളം ആളിപ്പടർന്നു. അതെന്താണ് മ്യൂസിക്? ഞാൻ കഥ പറയുമ്പോ മ്യൂസിക് നീ ഇടണ്ട, ഞാൻ ഇട്ടോളാം. ചട്ടണേ. തിരുമേനി ചോദിച്ചു, മോളെ നിനക്ക് ഓനെ തന്നെ നിക്കാഹ് കഴിക്കണോ? അതേ പാപ്പ, നമ്മൾ നിക്കാഹ് കഴിഞ്ഞു. മോളെ ബിയാത്തു. തിരുമേനി ഞെട്ടിത്തെറിച്ചു. നീ ഓനെ മൊയ്യല്ലണം, ബക്കം മൊയ്യല്ലണം, അല്ലെങ്കിൽ നമ്മൾ ഓനെ മയ്യത്താക്കും. പക്ഷെ ഒരു ചെറിയ തിരുത്തുണ്ട്, ഇത് മുസ്ലിം കഥയല്ല, ഹിന്ദു കുടുംബത്തിലെ കഥയാണ്. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ഹിന്ദുക്കളാണ്. അതിനിപ്പോ എന്താണ്ട് സംഭാഷണം മാറ്റിയാ പോരെ? ഉമ്മ എന്നുള്ളടത്ത് ബാപ്പാന്നും, ബാപ്പാന്നുള്ളടത്ത് അച്ഛൻ അങ്ങോട്ടാക്കണം. എന്താ പോരെ? അപ്പൊ എളാമെന്നോടോർത്ത് എനിമീന്ന് ഇട്ടാ മതിയല്ലേ? തിരുമേനി എന്നോട് ക്ഷമിച്ചാലും ഈ കഥയിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നാണ് തിരക്കഥാകൃത്താവായ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതായത് വലിയ കോവിലത്തെ തിരുമേനിക്ക് 2 പെൺമക്കൾ. മൂത്തവൾ സുന്ദരി, ഇളയവൾ അതിലും സുന്ദരി. കോടീശ്വരനായി തിരുമേനിയുടെ സകല സ്വത്തുക്കളും ഈ പെൺമക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഇവർ ഈ കഥയിലെ നായകന്മാർ. അപ്പൊ നായകനാരാ? നായകൻ നമ്മളല്ല. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് മിസ്റ്റർ ഗഫൂർ? തിരുമേനിക്ക് 3 സഹോദരിമാർ. മൂത്തവൾ സുന്ദരി, ഇളയവൾ അതിലും സുന്ദരി, അതിലും ഇളയവൾ ബഹത്ത് സുന്ദരി. പക്ഷേ അവരുടെ ഭർത്താക്കന്മാർ തിരുമേനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. ഈ കഥയിലെ വില്ലന്മാർ അവന്മാരാണ്. സുനകനായ മൂത്തളിയൻ, ചുംബനായ 2ാമത്തെ അളിയൻ, മന്ദബുദ്ധിയായി ഏറ്റവും താഴെയുള്ള അളിയൻ. ഇവർ സ്വത്തിനു വേണ്ടി തിരുമേനിയെ കൊല്ലാൻ പ്ലാൻ ഇടുന്നു. എന്താ ഇത്? ഞങ്ങളെ പറ്റി എഴുതിയിരിക്കുന്നേ അതൊരു കഥയല്ലേ? കഥയിലെങ്ങനെ പലതുണ്ടാവും. ഇവൻ മനഃപൂർവ്വം ഞങ്ങൾ കളിയാക്കിയതാ. ഞങ്ങളെ കുറിച്ച് മോശമായിട്ട് എഴുതാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മതി, കഥ വായിച്ച മതി, എല്ലാരും പിരിഞ്ഞു പോവുക. അങ്ങോട്ട് പോടാ. പേരില്ലടാ, മന്ദബുദ്ധി. എന്താ പ്രൊഡ്യൂസർ ഇവിടെ? ഞങ്ങളൊരാളെ കൊല്ലാൻ വന്നാ. എന്താ? ഈ ഷൂട്ടിങ്ങിനെ മുറികൾ നോക്കാൻ വന്നാ. ഇതിലൊരു കൊലപാതകത്തിനുണ്ടേ. കാപ്പി കുടിക്കുന്നോ? വേണ്ട, എനിക്ക് വേണം. നല്ല ചൂടാ. അത്ര വലിയ ചൂടൊന്നുമില്ല, വായ പൊള്ളാനുള്ള ചൂടുള്ളൂ. എന്താ ഒരു വെപ്രാളം? അതെ, സ്ത്രീകളെ കണ്ട പാലട്ട് എങ്ങനെയാ പുളകം കൊള്ളും. എന്താ? ഒന്നുമില്ല. ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങാ? ഉടനെ തുടങ്ങും. എന്താ അഭിനയിക്കണോ? ഓ, ഈ പ്രായത്തിൽ എന്താ അഭിനയിക്കാനാ? ഈ പ്രായത്തിൽ അഭിനയിക്കേണ്ടത് നല്ല വിസ്താരമുള്ള പ്രൊജക്ഷനാ. ചേച്ചി അഭിനയിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ നിറഞ്ഞു നിൽക്കും. എന്തേ കൊളവാക്കല്ലേ. ഒന്ന് അഭിനയിപ്പിച്ചോട്ടെ. പാടാ. പ്രൊഡ്യൂസർ ഒന്ന് രഹസ്യമായിട്ട് കാണണമല്ലോ. എന്തിനാ? ഇപ്പൊ വേണ്ട, പരസ്യം ഇപ്പൊ പിന്നെ. പലട്ടാ, ഇയാള് പലപ്പോഴായിട്ട് പറഞ്ഞു രഹസ്യമായിട്ട് കാണണം. ഇവനേതോ ചുറ്റിക്കളി കേസാ. ഉറങ്ങണ്ട ശവിയെ. എന്റെ മണിക്കുട്ടിക്ക്. മണിക്കുട്ടി എന്നുള്ള അമ്മയുടെ പേരാ? കൊല്ലട്ടെ. കൊല്ലാം.
ഇയാൾ എന്ത് വൃത്തിയുടെ കാട്ടണേ? ബാലേട്ടാ, എന്താ എന്താ ഇത്? ബാലേട്ടൻ കിസടിക്കാൻ പോയതാ. തനിക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ അല്ല വെറുതെ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഈ ഡയറി എടുക്കാൻ വന്നാ. തനിക്ക് എന്തിനാ ഈ ഡയറി? വായിച്ചു പഠിക്കാൻ. ഇന്നലെ ഡിക്ഷണറി വായിച്ചിട്ട് ബാലേട്ടൻ കുറെ നേരം നിന്ന് കരഞ്ഞു. ഒന്നും മനസ്സിലാവണ്ട് അല്ലേ ബാലേട്ടാ? കുഞ്ഞുണ്ണി പറഞ്ഞു കവിത എഴുതുമെന്ന്. തമ്പുരാട്ടി എഴുതിയ കവിത ഒന്ന് വായിക്കാൻ തരുമെന്ന് അറിയാൻ വന്നതാ. വന്നപ്പോ നല്ല ഉറക്കം. ഉണത്തണ്ടാന്ന് കരുതി. ആവശ്യമില്ലാത്ത ആരെയും ഈ മുറിക്കകത്ത് ഞാൻ കടത്താറില്ല. ഇറങ്ങി പോടോ, പോകാൻ. അയ്യത് എന്ത് പെണ്ണ ബാലേട്ടാ? ബാ. ഒന്ന് നിൽക്ക. നിങ്ങൾക്കിപ്പോ ഈ ഡയറിയല്ലേ വേണ്ടു? എടുത്തോളൂ. ഞാൻ എഴുതിയ എല്ലാ കവിതകളും ഇതിലുണ്ട്. കൊണ്ടുപോയിക്കോളൂ. മണിക്കുട്ടി താങ്ക്സ് ഉണ്ട് കേട്ടോ. മണിക്കുട്ടിന്ന് എനിക്ക് പേരുള്ള വിവരം എങ്ങനെ അറിയാം? ഡയറിയില് മണിക്കുട്ടിന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. ആ, ഞാൻ നീ മണിക്കുട്ടിന്ന് വിളിക്കൂ. ഉം. ഫോട്ടോടിക്കണേ. നല്ല ബെസ്റ്റ് ജാക്കി. ഇടോ.